മാർക്കറ്റിൽ ഒരു ഓപ്പർച്യൂണിറ്റി എങ്ങനെയാണ് വരുന്നത് എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എല്ലാവരും എക്സൈറ്റഡ് ആയിരിക്കുമ്പോഴാണോ, അതോ ഈ ഷെയർ പ്രൈസസ് ഒക്കെ റോക്കറ്റ് പോലെ മുകളിലോട്ട് പോകുമ്പോഴാണോ ഓപ്പർച്യൂണിറ്റി വരിക? അല്ല എന്ന് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. റിയൽ ഓപ്പർച്യൂണിറ്റീസ് യൂഷ്വലി ബോറിംഗ് ആയിരിക്കും, ഭയങ്കര അൺകംഫർട്ടബിൾ ആയിരിക്കും, അതുപോലെ അൺസർട്ടൻ ആയിരിക്കും. അതായത് അത് വരുന്നത് പ്രൈസസ് ഒക്കെ ഓൾറെഡി കറക്റ്റ് ആയിരിക്കുമ്പം, സെൻറ്റിമെൻറ്റ്സ് ഒക്കെ വീക്ക് ആയിരിക്കുമ്പം, അല്ലെങ്കിൽ ആരും അതിനെപ്പറ്റി സംസാരിക്കാണ്ടിരിക്കുമ്പോഴാണ് ഈ ഓപ്പർച്യൂണിറ്റീസ് വരിക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഗോൾഡിനെയും സിൽവറിനെയും പറ്റിയിട്ടാണ്. എന്താണ് ഗോൾഡിലും സിൽവറിലും നടക്കുന്നത്? ഗോൾഡിലും സിൽവറിലും ഇൻവെസ്റ്റ് ചെയ്യേണ്ട ടൈമാണോ ഇത്? ബിക്കോസ് അതിങ്ങനെ കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, താഴോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾക്ക് എൻട്രി ചെയ്യാമോ? അപ്പോൾ ഇന്ന് നമ്മൾക്ക് ഇതൊക്കെ മനസ്സിലാക്കാം, സിമ്പിളായിട്ട്, ക്ലിയർ ആയിട്ട്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട്. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ എന്ത് ചെയ്യണം? ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. നൗ ലെറ്റ്സ് സ്റ്റാർട്ട്. ഇപ്പോൾ നമ്മുടെ ലോകത്ത് എന്താണ് സംഭവിക്കുന്നത്? ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് കൂടി വരുന്നു, ഇൻഫ്ലേഷൻ കൂടാണ്, ഗ്ലോബൽ ഗ്രോത്ത് തന്നെ ഇപ്പോൾ ഒരു അനിശ്ചിതാവസ്ഥയിലാണ്. ഇതുപോലത്തെ ഒരു എൻവയോൺമെൻറ്റിൽ പണത്തിന് പോകാനൊരു സേഫ് പ്ലേസ് വേണം. അതാണ് യൂഷ്വലി ഗോൾഡും സിൽവറും, അല്ലേ? നമ്മൾ തന്നെ കഴിഞ്ഞ ഏതൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അൺസർട്ടനിറ്റി കൂടുന്ന സമയത്ത് ആൾക്കാർ, ഇൻവെസ്റ്റേഴ്സ് പണം ഗോൾഡിൽ പോയി ഇൻവെസ്റ്റ് ചെയ്യും. പക്ഷേ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഗോൾഡും സിൽവറൊക്കെ താഴോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഗോൾഡ് ഒരു സേഫ് ഹേവൻ എന്നൊക്കെയാണ് നമ്മൾ വിശേഷിപ്പിച്ചിരുന്നത്, അല്ലേ? ഇപ്പോൾ യുദ്ധം ഒക്കെ വരുന്ന സമയത്ത് അൺസർട്ടനിറ്റി കൂടുതലായിരിക്കും. ആ സമയത്ത് ഗോൾഡിൻ്റെ പൈസ കൂടണം. പക്ഷേ ഇപ്പം എന്തുകൊണ്ട് ഗോൾഡിൻ്റെ വില കൂടുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഡോളർ വളരെ സ്ട്രെങ്തൻഡ് ആണ്. ഡോളറിൻ്റെ വില കൂടുന്ന സമയത്ത് ഗോൾഡിൻ്റെ വില കുറയും. അതായത് ഈ ഡോളറും ഗോൾഡും ഒരു സീസോ ബന്ധമാണ്. ഒന്നിൻ്റെ വില കൂടുമ്പോൾ മറ്റതിൻ്റെ വില താഴെ പോകും. പക്ഷേ ഇന്ന് നമ്മൾ കുറച്ചും കൂടി ഡീപ്പായിട്ട് ഗോൾഡിനെ നമുക്ക് അനലൈസ് ചെയ്യാം. ഓക്കെ, അപ്പം ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ഗോൾഡ്. ഞാൻ നിങ്ങൾക്കൊരു ഹോംവർക്ക് തരാം. അപ്പോൾ ഗോൾഡിൻ്റെ കറൻറ്റ് പ്രൈസ് എത്രയാണെന്ന് പോയി നോക്കുക. ഓക്കെ, ആൻഡ് ഗോൾഡിൻ്റെ ഓൾ ടൈം ഹൈ എത്രയാണെന്നും കൂടി നോക്കുക. അതിൻ്റെ കൂടെ 200 DMA എന്ന വാല്യൂം കൂടി നോക്കുക. അപ്പോൾ ഗോൾഡ് ഓൾ ടൈം ഹൈയിൽ നിന്ന് നല്ലൊരു കറക്ഷൻ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ഗോൾഡിൻ്റെ 200 DMA വാല്യൂ നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് അതിനേക്കാളും കൂടുതലാണ്. അപ്പോൾ അതെന്താണ് പറയുന്നത്? ഇതൊരു ബ്രേക്ക് ഡൗൺ അല്ല, മറിച്ച് ഈ ഒരു ഓൺഗോയിങ് ട്രെൻഡിൽ ഉള്ള ഒരു കറക്ഷൻ ആയിട്ടാണ് നമ്മൾ കാണേണ്ടത്. അതേപോലെ നിങ്ങൾ സിൽവർ എടുത്ത് നോക്കുക. സിൽവറിൻ്റെ ഓൾ ടൈം ഹൈ പോയി ചെക്ക് ചെയ്യുക, 200 DMA ചെക്ക് ചെയ്യുക, അതുപോലെ തന്നെ കറണ്ട് പ്രൈസ് ചെക്ക് ചെയ്യുക. സിൽവർ നല്ലൊരു കറക്ഷൻ തന്നിട്ടുണ്ട്, ഓൾ ടൈം ഹൈന്ന് താഴോട്ടേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ വളരെ സ്കെയറി ആയിട്ട് തോന്നും. പക്ഷെ നമ്മൾ ഗോൾഡിൻ്റെയും സിൽവറിനെയും പറ്റി സംസാരിക്കുന്ന സമയത്ത് മുൻപത്തെ വീഡിയോസിൽ പറഞ്ഞൊരു കാര്യമാണ്, ഗോൾഡിനേക്കാളും വോളറ്റിലിറ്റി കൂടുതലുള്ളൊരു സംഭവമാണ് സിൽവർ. അപ്പോൾ ഗോൾഡ് ഇടിയുന്നതിൻ്റെ ആ ആഘാതത്തിലായിരിക്കില്ല സിൽവർ ഇടിയുക, അതിനെക്കാട്ടിയും വലിയ ആഘാതത്തിലാണ് ഇടിയുക. അതേപോലെ തിരിച്ചു, അതായത് രണ്ട് ഡയറക്ഷനിലും നല്ലൊരു സ്ട്രോങ് മൂവ് സിൽവർ തരും. ബട്ട് എഗെയിൻ നിങ്ങൾ 200 DMA നോക്കുകയാണെങ്കിൽ സിൽവറിൻ്റെ കറന്റ് മാർക്കറ്റ് പ്രൈസും 200 DMAൻ്റെ മുകളിലാണ്. അപ്പം ട്രെൻഡ് സ്റ്റിൽ അലൈവ് ആണ്. ഓക്കെ, അപ്പോൾ അതാണ് ഇമ്പോർട്ടൻറ്റ്. സ്ട്രക്ചർ ഇപ്പോഴും ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ലെറ്റ്സ് ക്വിക്ലി അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് 200 DMA. ഇത് എല്ലാ ഇൻവെസ്റ്റേഴ്സും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എന്താണ് ഈ 200 DMA എന്നുള്ളത്? 200 DMA ഇസ് നത്തിങ് ബട്ട് 200 ഡേ മൂവിങ് ആവറേജ്, അത്രയേ ഉള്ളൂ. അതായത് ഒരു സ്റ്റോക്കിൻ്റെ അല്ലെങ്കിൽ ഒരു അസറ്റിൻ്റെ 200 ഡേയ്സിലെ ക്ലോസിംഗ് പ്രൈസ് എടുത്തിട്ട് അതിനെ 200 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് 200 DMA എന്നുള്ള വാല്യൂ കിട്ടും. അത് നമ്മൾ കാൽക്കുലേറ്റ് ഒന്നും ചെയ്യേണ്ട, അത് നമ്മൾ ഓൺലൈനിൽ പോയി ചാർട്ട് നോക്കിയാൽ കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എന്താണ് ഈ 200 DMAൻ്റെ ഇമ്പോർട്ടൻറ്റ്? അപ്പോൾ പ്രൈസ് എബോവ് 200 DMA എന്ന് പറയുന്നത് ലോങ് ടേം ട്രെൻഡാണ്, അതായത് ബുള്ളിഷ്. പ്രൈസ് ബിലോ 200 DMA എന്ന് പറയുന്നത് ലോങ് ടേം ട്രെൻഡ് ഡൗൺ ആണ്, അതായത് ബിയറിഷ്. ഓക്കെ, അപ്പോൾ ഈ ബിഗ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, മ്യൂച്വൽ ഫണ്ട്സ്, ഹെഡ്ജ് ഫണ്ട്സ്, FIAs ഇവരൊക്കെ ഈ ഒരു 200 DMA ഈ ഒരു വാല്യൂ ചെക്ക് ചെയ്യും. സോ പ്രൈസ് 200 DMAയിലേക്ക് വരുന്ന സമയത്ത് അതൊരു സ്ട്രോങ് സപ്പോർട്ട് പോലെ ആക്ട് ചെയ്യും. ബട്ട് ഒരു കോമൺ മിസ്റ്റേക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പീപ്പിൾ തിങ്ക് ഈ 200 DMAൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ ഇത് ബൗൺസ് ചെയ്ത് മുകളിലോട്ടേക്ക് പോകും എന്നാണ്. പക്ഷെ അത് എപ്പോഴും കറക്റ്റ് അല്ല. എസ്പെഷ്യലി ഗോൾഡ്, സിൽവർ പോലുള്ള കമ്മോഡിറ്റീസിൽ ഒരു ടൈം കറക്ഷൻ ഉണ്ടാവും. സോ ഈ കമ്മോഡിറ്റീസ് പ്രൈസ് 200 DMAൻ്റെ അടുത്തേക്ക് വരുന്ന സമയത്ത് സൈഡ് വേസ് മൂവ് ചെയ്യും. അത് ചിലപ്പോൾ ആഴ്ചകൾ അല്ലെങ്കിൽ മാസങ്ങളോളം അങ്ങനെ പോകും. അതായത് ഭയങ്കര ബോറിംഗ് ഫേസ് ആണ്, ഒരു ഡയറക്ഷനും ഇല്ലാണ്ട് ഇങ്ങനെ പോകും. അപ്പം ഇതിനെയാണ് ബേസ് ഫോർമേഷൻ എന്ന് പറയാം. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബേസ് ഫോർമേഷൻ ഒരു വീക്ക് പോയിന്റ് അല്ല, മറിച്ച് ഇതൊരു പ്രിപ്പറേഷൻ ആണ്. നെക്സ്റ്റ് മൂവ് ഇവിടുന്ന് ബിൽഡ് ആവും. ഇനി നമുക്ക് സിൽവറിന്റെ ഫണ്ടമെന്റൽസ് നോക്കാം. ചാർട്ട് വിടാം ഇപ്പം തൽക്കാലം. സിൽവറിൽ ഒരു സ്ട്രോങ് ഫാക്ടർ ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്ലൈ ഡെഫിസിറ്റ്. സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ മാർക്കറ്റിൽ ഇപ്പോൾ ഉള്ള സപ്ലൈനേക്കാളും കൂടുതൽ ഡിമാൻഡാണ് സിൽവറിനുള്ളത്.
സപ്ലൈ കുറവാണ്, ഡിമാൻഡ് ഉണ്ട്. അപ്പോൾ കുറച്ച് ടൈം കഴിയുന്ന സമയത്ത് ഇൻവെന്ററി ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് സപ്ലൈ ഭയങ്കര ടൈറ്റ് ആവും, ഡിമാൻഡ് സ്ട്രോങ് ആവും, ആ സമയത്ത് പ്രൈസ് കൂടും. സോ ഷോർട്ട് ടേമിൽ ഒരു വോളറ്റിലിറ്റി ഉണ്ടെങ്കിലും സിൽവറിന്റെ ഫൗണ്ടേഷൻ ഭയങ്കര സ്ട്രോങ് ആണ്. ലോങ് ടേമിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി സിൽവറിന് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ സിൽവറിനെ പോലെയല്ല ഗോൾഡ് സ്ട്രോങ് ആവാനുള്ള കാരണം എന്താണ്? ഗോൾഡിന്റെ സ്ട്രെങ്ത് എവിടെ നിന്നാണ് വരുന്നതെന്ന് അറിയോ? ഗോൾഡ് ഒരു ട്രസ്റ്റ് അസറ്റ് ആണ്, അത് പ്യുവർ ട്രേഡിംഗ് അസറ്റ് അല്ല. ഇതിനെ സേഫ് ഹേവൻ എന്നാണ് പറയുക. അതായത് ഒരു അൺസർട്ടനിറ്റി വരുന്ന സമയത്ത് ആൾക്കാർ ഡെഫിനറ്റ്ലി ഗോൾഡിലാണ് ഇൻവെസ്റ്റ് ചെയ്യുക. സെൻട്രൽ ബാങ്ക്സ് വേൾഡ് വൈഡ് ഗോൾഡ് വാങ്ങുന്നത് ഇൻക്രീസ് ആക്കിയിട്ടുണ്ട്. സോ അതൊരു ലോങ് ടേം ഡിമാൻഡിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം ഇതൊക്കെ മാർക്കറ്റിൽ ഭയങ്കര കോൺഫിഡൻസ് ക്രിയേറ്റ് ചെയ്യും. ബിക്കോസ് ബിഗ് പ്ലേയേഴ്സ് ഓൾറെഡി അക്യുമുലേറ്റ് ചെയ്യുന്നുണ്ട് ഗോൾഡ്. മാത്രമല്ല ഗോൾഡ് നമുക്ക് ഇൻഫ്ലേഷൻ ഹെഡ്ജിന് യൂസ് ചെയ്യാം. അതായത് ഇൻഫ്ലേഷൻ എന്താണ്? പണപ്പെരുപ്പം അല്ലെ. പണപ്പെരുപ്പം എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ 100 രൂപേന്റെ ഒരു സാധനം അടുത്ത കൊല്ലം 100 രൂപയ്ക്ക് കിട്ടുന്നില്ല, അതിന് കൂടുതൽ പൈസ കൊടുക്കേണ്ടി വരുന്നു. അപ്പം ഇപ്പൊ 100 രൂപ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിന്റെ വില കുറയാണ്, പർച്ചേസിങ് പവർ ഓഫ് ദ മണി കുറയാണ്. അതാണ് ഇൻഫ്ലേഷൻ. പക്ഷെ അതേ സമയത്ത് നമ്മുടെ കയ്യിൽ ഗോൾഡ് ആണെങ്കിലോ പർച്ചേസിങ് പവർ കുറയുന്നില്ല. അപ്പം അത് ഇൻഫ്ലേഷൻ ഹെഡ്ജ് അല്ലേ? ഇൻഫ്ലേഷന് മറികടക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സാധനമല്ലേ? അപ്പം ഇൻഫ്ലേഷൻ ഹെഡ്ജിന് നമുക്ക് ഗോൾഡ് യൂസ് ചെയ്യാം. അതേപോലെ കറൻസീസ് വീക്ക് ആവുന്ന സമയത്തും ഗോൾഡിന്റെ പ്രൈസ് അട്രാക്റ്റീവ് ആവും. സോ ഗോൾഡ് ഇപ്പോൾ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിലും അതിനൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫൗണ്ടേഷൻ ഉണ്ട്. സ്ട്രെങ്ത് ഡെഫിനറ്റ്ലി സ്ലോലി ബിൽഡ് ആയിക്കൊണ്ടിരിക്കും. ആൻഡ് ഡൗൺ സൈഡിന് യൂഷ്വലി ഒരു ലിമിറ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഈ ഡാറ്റയിൽ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? നമ്മൾ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ റാലീസ് ചേസ് ചെയ്യാണ്ടിരിക്കുന്നതാണ് നല്ലത്. കാരണം ഇതൊരു ട്രെൻഡിങ് മാർക്കറ്റ് അല്ല, ഇതൊരു ബിൽഡിംഗ് ഫേസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ 200 DMA ലെവൽസ് ഒക്കെ വാച്ച് ചെയ്യണം. ഇപ്പോൾ റേഞ്ച് ബൗണ്ട് ആവാനാണ് ചാൻസ്. അപ്പോൾ ഒരു കൺഫർമേഷൻ വേണ്ടി നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യണം. പക്ഷെ നമ്മൾ ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിൽ നമ്മൾക്കൊരു ഡിഫറെൻറ്റ് മൈൻഡ് സെറ്റ് വേണം. നമ്മൾ ഇൻവെസ്റ്റർ ആകുമ്പോൾ ലോങ് ടേമിലേക്കാണ് ചിന്തിക്കേണ്ടത്. ഇപ്പോൾ എക്സാക്ട് ബോട്ടം ഒന്നും നമ്മൾക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല, അത് ആരെ കൊണ്ടും പറ്റൂല. അപ്പം ഈ ഒരു ഫേസിൽ ഇപ്പം ഗോൾഡ് നിൽക്കുന്ന ഒരു ഫേസിൽ ഒരു കറക്ഷൻ നടന്നു. അപ്പം ഇങ്ങനെ ഒരു ഫേസിൽ SIP ആയിട്ട് കുറച്ച് ആഡ് ചെയ്യാം നമ്മൾക്ക് ഗോൾഡിൽ എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്. കാരണം ബോട്ടം മിസ് ചെയ്താലും ഇപ്പോൾ കുഴപ്പമില്ല, പക്ഷേ അടുത്ത ട്രെൻഡ് നമ്മൾക്ക് മിസ് ചെയ്യാണ്ട് നമ്മൾ പൊസിഷൻ ചെയ്ത് വെക്കണം. അപ്പോൾ ആ പൊസിഷനിങ് ആണ് ഇമ്പോർട്ടൻറ്റ് rather than the prediction. ഫൈനലി പറയുവാണെങ്കിൽ ഗോൾഡും സിൽവറും ഇപ്പോൾ ഒരു സ്പെസിഫിക് ഫേസിലാണ്. സ്ട്രോങ് അപ് ട്രെൻഡും ഇല്ല, ബ്രേക്ക് ഡൗണും ഇല്ല. പക്ഷെ സൈലന്റ് ആയിട്ട് സ്ട്രക്ചർ ബിൽഡ് ചെയ്യണം. മാർക്കറ്റിൽ യൂഷ്വലി നെക്സ്റ്റ് ബിഗ് ഓപ്പർച്യൂണിറ്റി ഇവിടെയാണ് ഉണ്ടാവുക. അപ്പോൾ മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ ഈ ഒരു മൂവ് കണ്ടിട്ടാണ് എൻ്റർ ചെയ്യുക. അപ്പം ഇപ്പം നിങ്ങൾക്ക് അറിയാം എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുന്നു. അപ്പം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഗോൾഡിനെയും സിൽവറിനെയും പറ്റിയിട്ടുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പം ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ടേക്ക് കെയർ.